Hey all, welcome to Leaves podcast. Today we are discussing about UKNARI. Let's start. സോ നമുക്കിപ്പം അബ്രോഡിലേക്ക് അല്ലെങ്കിൽ കാനഡയിലേക്ക് യു കെയിലേക്ക് പോകുന്ന ടൈമിൽ IELTS മാൻഡേറ്ററി ആണെന്നുള്ളത് എപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യുന്നൊരു ചോദ്യം വരാറുണ്ട്. ഇപ്പം യു കെയുടെ കേസിൽ റീസെന്റ് ഞാൻ കേട്ടിട്ടുള്ളതായിരുന്നു. ഇപ്പം ഒരു UKNARIക്ക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റി. അതിപ്പം IELTS പോലെ തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണോ, അതൊരു എക്സാം ആണോ അത്? യെസ്. ഐ എൽ ടി എസിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് യുകെനാരിക് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ, യുകെനാരിക് എന്ന് പറയുന്നത് ഒരു എക്സാമോ വെരിഫിക്കേഷൻസ് അല്ല, അതൊരു വൺ ഡേ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. ഓക്കെ. സോ ഇപ്പം എത്ര ടൈമാണ് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലോങ് പ്രോസസ് ആണോ, അതോ ഒരു ഷോർട്ട് ടൈം പ്രോസസ് ആണോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്? യുകെനാരിക് എന്ന് പറയുന്നത് അതിന്റെ ഡ്യൂറേഷൻസ് നോർമൽ ഇപ്പം ബേസിക്കലി നമുക്കിപ്പം സെലക്ട് ചെയ്യുന്നത് നോർമൽ യുകെനാരിക് ഉണ്ടാവും, യുകെനാരിക്കിന്റെ ഇതുണ്ടാവും. അതിന്റെ ടൈം പീരീഡ് വരുന്നത് 10 to 15 വർക്കിംഗ് ഡേയ്സ് ആണ്. ഓക്കെ. ഇപ്പം എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയി. ഇപ്പൊ യുകെനാരിക്ക് മാത്രമേ അവർക്ക് അതിന്റെ റിപ്പോർട്ട് മാത്രമേ കിട്ടാനുള്ളൂ. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വിസയുടെ എല്ലാ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യാം എല്ലാം, അല്ലെങ്കിൽ വിസയുടെ പ്രോസസ്സ് അവർക്ക് കിട്ടുമെന്നുള്ള അവസ്ഥ വരുമ്പോൾ ഇപ്പം ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ അവർക്ക് അർജന്റ് ബേസിസിൽ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ യുകെനാരിക്ക് ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. ഓക്കെ, അത് നോർമലി നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷൻസ് വരുന്നത് 24 അവേഴ്സിന്റെയും 48 അവേഴ്സിന്റെയും ആണ് വരുന്നത്. ഓക്കെ. സോ എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു പേയ്മെന്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫീസ് ഒക്കെ ഈക്വലി ആയിരിക്കും വരുന്നത്? ഫസ്റ്റ് ട്രാക്ക് വരുന്നതനുസരിച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും? ഡെഫിനറ്റ്ലി നമുക്ക് Okay. യുകെനാരിക്കിൽ ഇപ്പം 10 to 15 വർക്കിംഗ് ഡേയ്സ് ആണെന്ന് വരുന്നെങ്കിൽ ആയിരിക്കുന്ന പേയ്മെന്റ് ആയിരിക്കില്ല നമുക്ക് 48 അവേഴ്സിന്റെയും 24 അവേഴ്സിന്റെയും വരുന്നത്. Okay. അത് ഡെഫിനറ്റ്ലി അതിന്റെ പൗണ്ട് പേയ്മെന്റ്സ് കൂടുതലായിരിക്കും. ഓക്കെ. ഓക്കെ, ആൻഡ് ഈ 24 അവേഴ്സ് എന്ന് പറയുന്നത് ഈ 24 അവേഴ്സിനുള്ളിൽ നമുക്ക് റിപ്പോർട്ട് ആകും എന്നല്ല. ഇപ്പം എല്ലാ ക്ലയൻസും ഇപ്പൊ 24 അവേഴ്സ് ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും കരുതി വെക്കുന്നത് ഈ 24 അവേഴ്സിനുള്ളിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 24 അവേഴ്സിനുള്ളിൽ റിപ്പോർട്ട് ആകുന്നതാണ്. ഓക്കെ. ബട്ട് അത് കറക്റ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ ഈ 24 അവേഴ്സ് അല്ലെങ്കിൽ 48 അവേഴ്സ് അല്ലെങ്കിൽ 10 to 15 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് അവരുടെ വെരിഫിക്കേഷന്റെ ടൈമാണ്. ഓക്കെ. ലൈക്ക് ഒരു ഇവാലുവേഷൻ എടുക്കുന്ന ഒരു time. ഇവാലുവേഷൻ എടുക്കുന്ന ടൈം, അതായത് അവർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവരുടെ ഇവാലുവേഷൻ ടൈമാണ് 24 അവേഴ്സ് എന്ന് പറയുന്നത്. ആ Okay. 24 അവേഴ്സിനുള്ളിൽ അവരുടെ ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ച് ചിലപ്പം റിപ്പോർട്ട് ആവാനായിട്ട് ദ നെക്സ്റ്റ് ഡേ ആയിരിക്കും അതിന്റെ റിപ്പോർട്ട് ആകുന്നത്. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് ആണ് യുകെനാരിക് ആയിട്ട്. ഇപ്പൊ അവരൊരു സ്റ്റാൻഡേർഡ് ഒരു ടൈം അത് അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സംടൈം ഇപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10 to 15 വർക്കിംഗ് ഡേയ്സ് ആണെന്നുണ്ടെങ്കിലും ക്ലയന്റിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനു മുന്നേ നമുക്ക് റിപ്പോർട്ട് ആകാം. ഓക്കെ. അപ്പം ഈ ഒരു UKNARIക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ഇപ്പം ജോബിന് വേണ്ടി പോകുന്ന ആൾക്കാരാണോ, അതോ സ്റ്റഡി, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കാറ്റഗറി എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ UKNARIക് ചെയ്യാനായിട്ട്? യുകെനാരിക് ചെയ്യുന്ന വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IELTSന് പകരമായിട്ടാണ് നമ്മളിപ്പോ യുകെനാരിക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മളിപ്പം ഉള്ളത് യുകെയിലുള്ളത്. അതിപ്പം അവർക്ക് ജോബ് ആയിരിക്കാം, സ്റ്റഡി ആയിരിക്കാം, അല്ലെങ്കിൽ ലൈസൻസ് ആയിരിക്കാം, എന്തിനാണെന്നുണ്ടെങ്കിലും അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് യുകെനാരിക് എന്നുള്ളത് അവരുടെ റിക്വയർമെന്റ് ആണ്, അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റിൽ ഒരു ഭാഗമാണ് എന്നുണ്ടെങ്കിൽ യുകെനാരിക്കിന്റെ റിപ്പോർട്ട് നമുക്ക് കൊടുക്കാം. അത് ഇന്ന പർപ്പസിന് മാത്രമേ നമുക്ക് യുകെനാരിക് ചെയ്യൂ എന്നുള്ളതില്ല. നമുക്ക് എംപ്ലോയീസിന് വരുന്നുണ്ട്, സ്റ്റുഡൻസിന് വരുന്നുണ്ട്, ലൈസൻസ് എടുക്കാനായിട്ട് എല്ലാം യുകെനാരിക് നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട്. ഓക്കെ. സോ ഇപ്പം IELTSന് പകരമായിട്ടാണ് നമുക്ക് UKNARIക് ഒരു ഓപ്ഷൻ ഉള്ളത് അല്ലേ? സോ അപ്പം UKNARIക്കില് നമുക്ക് സ്കോറിംഗ് ആണ്. ഇപ്പൊ IELTSൽ പൊതുവെ നമുക്ക് നോക്കുമ്പോൾ ഇത്ര സ്കോർ മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാറ്റഗറി വരുന്നുണ്ട്. അപ്പം മീൻസ് UKNARIക്കിലും അങ്ങനെ എന്തെങ്കിലും കാറ്റഗറീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? IELTS പോലെ തന്നെ ഒരു എക്സാം അതിന് എത്ര സ്കോർ മീറ്റ് ചെയ്യണം അങ്ങനെയല്ല. യുകെനാരിക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രജിസ്ട്രേഷൻ, അതിന്റെ റിപ്പോർട്ടാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. യുകെനാരിക്കിന്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനകത്ത് അവർ ആക്ച്വലി അതിനകത്ത് കണ്ടന്റ് ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈക്വലൻസി, അതായത് ഇപ്പം ഒരു ക്ലയന്റ് ഔട്ട്സൈഡ് UK എന്താണ് ഏത് കോഴ്സ് ആണോ പഠിച്ചിട്ടുള്ളത് ആ സെയിം കോഴ്സിന്റെ ഈക്വലൻസി UK അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ബാച്ചിലേഴ്സ് ആണ് പഠിച്ചിരുന്നെങ്കിൽ സെയിം ബാച്ചിലേഴ്സിന്റെ ഈക്വലൻസി അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടും. അപ്പൊ അതിന്റെ ഒരു റിപ്പോർട്ട്. പിന്നെ സെക്കൻഡ് ആയിട്ട് വരുന്നതാണ് ഇംഗ്ലീഷ് പ്രൊഫഷൻസി. അതാണ് നമ്മൾ ഈ IELTSന് പകരമാണ് യുകെനാരിക് ചെയ്യണേ എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം. പക്ഷേ ഇംഗ്ലീഷ് പ്രൊഫഷൻസി എന്ന് പറയുന്നത് അതൊരു ലെവലാണ്. അവർക്ക് എത്രത്തോളം ആ ഇംഗ്ലീഷിൽ എത്രത്തോളം ലെവൽസ് എഡ്യൂക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അവർ എലിജിബിൾ ആണ് എന്ന് കാണിക്കുന്നതാണ് ഇംഗ്ലീഷ് പ്രൊഫഷൻസി എന്ന് പറയുന്നത്. അപ്പൊ അതിനോരോ ലെവൽസ് ഉണ്ട്. അപ്പം ആ ഓരോ പർപ്പസിനനുസരിച്ച് ആ ലെവൽസ് മീറ്റ് ചെയ്യണം. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഇപ്പം നമ്മൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജോബ് പർപ്പസ് ആണ്, അല്ലെങ്കിൽ അതിൽ തന്നെ ജോബ് പർപ്പസിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. മെഡിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ഉണ്ട്, വേറെ ഫീൽഡ്സ് ഉണ്ട്. അപ്പൊ ഓരോ
ഓരോ ഫീൽഡ്സിനും അവർക്ക് ഒരു ലെവല് അവര് സ്റ്റാൻഡേർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ മീറ്റ് ചെയ്യണം. ഓക്കെ. സോ ഈ ഒരു രജിസ്ട്രേഷന്റെ പാർട്ട് ഇപ്പം ലീവ്സ് ഇന്റർനാഷണൽ നമ്മൾ ചെയ്യുന്നത് കൂടുതലും രജിസ്ട്രേഷന്റെ ആ ഒരു പാർട്ടാണല്ലോ. സോ എന്തുകൊണ്ടാണ് ക്ലയൻറ്റ്സ് നമ്മളെ അല്ലെങ്കിൽ ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഒരു നീഡ് എന്താണ് വരുന്നത് രജിസ്ട്രേഷനിൽ? രജിസ്ട്രേഷനിൽ ഇതിപ്പം ഒരു രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ പേയ്മെന്റ് നമ്മൾ ഈ രജിസ്ട്രേഷന്റെ ഒപ്പം തന്നെ നമുക്ക് ആ പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പൊ ആ ഒരു പേയ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇനി എന്തെങ്കിലും റിക്വയർമെന്റ്സ് അവരുടെ സൈഡിൽ നിന്ന് റിക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ പേയ്മെന്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ പേയ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്ലയൻസിന് എന്താ പറയുന്നത് അങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കാനായിട്ട് ഡിഫിക്കൽട്ട് ആണ്. Okay. പല ക്ലയൻസ് ആണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അറിയാത്ത പല ക്ലയൻസും ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ അവര് യുകെനാരിക്ക് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാസ്റ്റ്ലി നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ തെറ്റുകളൊന്നും കൂടാതെ നമുക്കത് ചെയ്ത് അവർക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. സോ ഇപ്പം രജിസ്ട്രേഷൻ ആണല്ലോ. അപ്പം എന്തെങ്കിലും ഒരു കറക്ഷൻ നമുക്ക് ചെയ്യണം. വൺസ് ഒരു സബ്മിഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഭാഗത്തു നിന്ന് ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു പോയാൽ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? അതോ ഡയറക്റ്റ് റിജക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? അതെ, രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എല്ലാ രജിസ്ട്രേഷൻ പോലെ ആയിരിക്കില്ല യുകെനാരിക്കിന്റെ രജിസ്ട്രേഷൻ. ചില രജിസ്ട്രേഷൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ടാവും. പക്ഷെ യുകെനാരിക്കൽ അങ്ങനെയല്ല. യുകെനാരിക്കൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പേയ്മെന്റ് ചെയ്തതിനു ശേഷമായിരിക്കും അവർ എന്തെങ്കിലും റിക്വയർമെന്റ് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിലെന്തെങ്കിലും നമ്മൾ ചെയ്തതിൽ രജിസ്ട്രേഷൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. ഓക്കെ, ഇൻ കേസ് ഇനി മിസ്റ്റേക്സ് ഉണ്ട് അത് നമുക്കത് എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ യുകെനാരിക്കിനായിട്ടായിരിക്കണം കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കംപ്ലീറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ യുകെനാരിക്കാണ്. ഓക്കെ. അപ്പൊ അതിന്റെ കേസസിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവരുടെ റിക്വയർമെന്റ്സ് നമ്മൾ അത് കൊടുത്ത് കറക്റ്റ് ചെയ്യിക്കാന്നേ ഉള്ളൂ. ഓക്കെ. ഇല്ലാതെ നമുക്ക് അതിന് മുന്നേ ഇപ്പൊ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മൈന്യൂട്ട് കാര്യമാണെങ്കിൽ പോലും നമുക്കത് അവരുടെ കോണ്ടാക്ട് ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ illaതെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ പറഞ്ഞത് വെച്ചിട്ട് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ആണ് യുകെനാരിക് അല്ലേ? അപ്പൊ നമുക്ക് റിജക്ഷൻസ് പൊതുവെ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്. ഇപ്പൊ ഒരു IELTS പോലും ഇത്ര സ്കോർ മീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒരു പർപ്പസിലേക്ക് പോകാൻ പറ്റാറില്ല. സോ ഈ ഒരു യുകെനാരിക്കിന്റെ കേസിലും റിജക്ഷൻസ് എന്ന് പറയുന്ന കാര്യം എല്ലാവരും ഫേസ് ചെയ്യാറുണ്ടോ? ഇപ്പം നമ്മൾക്ക് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻസിൽ റിജക്ഷൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോ ക്ലയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് രജിസ്ട്രേഷന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് വേറൊരു വെരിഫിക്കേഷനോ അല്ലെങ്കിൽ അവർ എവിടെ നിന്നാണ് പഠിച്ചിരിക്കുന്നത് അവിടെ കൊണ്ടുപോയി നമ്മളത് സബ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് വെരിഫിക്കേഷൻ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പം ജെന്യുവൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിപ്പോർട്ട് പെട്ടെന്ന് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഫേക്ക് ആണ് അല്ലെങ്കിൽ ജെന്യുവൻ അല്ലാത്ത ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അവരപ്പം തന്നെ അത് നമുക്ക് ഇൻഫോം ചെയ്യും, മെയിലായിട്ട് ഇൻഫോം ചെയ്യും. ഫേക്ക് ഡോക്യുമെന്റ്സ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ കേസസിൽ കംപ്ലീറ്റ്ലി നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവുകയും പിന്നെ വേറൊരു ഫർദർ അഡീഷണൽ എന്തെങ്കിലും പ്രോസസ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് യുകെനാരിക്കിൽ വീണ്ടും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഫേക്ക് ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറക്ഷനോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് അതിനകത്ത് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓൾറെഡി പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കുമല്ലോ ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്ത് വൺസ് ഇത് റിജക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ടിന്റെ എന്തെങ്കിലും ഓപ്ഷൻസോ കാര്യങ്ങളോ വരുമോ? റീഫണ്ട് ഓപ്ഷണൽ ആണ്. അതായത് ഇപ്പൊ ഫേക്ക് ഡോക്യുമെന്റ്സിന്റെ കേസസ് ആണെന്നുണ്ടെങ്കിൽ റീഫണ്ട് അവർ പ്രൊവൈഡ് ചെയ്ത് തരത്തില്ല. ഓക്കെ, ഏത് തരത്തിലുള്ള ഫേക്ക് ഇപ്പൊ അവർ ഇവാലുവേറ്റ് ചെയ്ത് ഫേക്ക് ആണ് എന്ന് കാണിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു റീഫണ്ട് അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നില്ല. ഓക്കെ, പിന്നെ ഈ എല്ലാ യൂണിവേഴ്സിറ്റീസും നമുക്കിപ്പോ യുകെനാരിക്ക് ചെയ്യാവുന്നതാണ്. ബട്ട് അവരുടെ ഓരോ ടൈം ഫ്രെയിമിലുള്ള അപ്ഡേഷൻസ് അനുസരിച്ച് ചില യൂണിവേഴ്സിറ്റീസ് ചിലപ്പോൾ അവര് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനത്തെ കേസസിൽ ബ്ലാക്ക് ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി വെരിഫിക്കേഷൻസ് ലിബറൽ ആക്കുകയും അങ്ങനത്തെ ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ റീഫണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരത്തില്ല. ഓക്കെ, ചില യൂണിവേഴ്സിറ്റീസ് അവര് കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റാത്ത യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില കോഴ്സസ് അവർക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അങ്ങനത്തെ കേസസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സർവീസ് ചാർജ് കട്ട് ചെയ്തിട്ട് അവർ നമുക്ക് ഫുള്ളി റീഫണ്ട് നമുക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഫൈൻ. സോ ഇപ്പം ഈ എല്ലാ റിപ്പോർട്ടുകൾക്കും ഒരു വാലിഡിറ്റി കാണും അല്ലേ? സോ യുകെനാരിക്കിന്റെ വാലിഡിറ്റി എങ്ങനെയാണ്? വാലിഡിറ്റി ഉണ്ടോ അതോ വൺ ടൈം യൂസ് ആണോ ഈ ഒരു രജിസ്ട്രേഷൻ? അല്ല, ഒരിക്കലും അല്ല. യുകെനാരിക്കിൽ ഇപ്പം അവര് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് യുകെനാരിക്കിൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി പോലെ അതിനോടനുബന്ധിച്ചുള്ള വേറൊരു പ്രോസസ്സ് അവിടെ ചെയ്യുന്നത് വരെ ഇതിന് വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇന്ന ഇയർ എന്ന് കറക്റ്റ് ആയിട്ടില്ല. വേറൊരു പ്രോസസ്സ് അതിനകത്ത് അപ്രോച്ച് ചെയ്യുന്നത് വരെ യുകെനാരിക്കൽ റിപ്പോർട്ടിന് വാലിഡിറ്റി ഉണ്ട്. ഓക്കെ,
സോ ഇപ്പം ഈ ഒരു വാലിഡിറ്റി പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എലിജിബിലിറ്റി ഉണ്ടോ? ഇത്ര ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ടോ യുകെനാരിക്ക് അപ്ലൈ ചെയ്യാൻ? ഡെഫിനറ്റ്ലി ഓക്കെ. യുകെനാരിക്കിന്റെ രജിസ്ട്രേഷന് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ആണ്. ഓക്കെ. ബാച്ചിലേഴ്സ് ആണ്. ഉം. ബട്ട് ഇപ്പം നമ്മുടെ ഒരു റീസൺ അപ്ഡേഷൻ എന്ന് പറയുന്നോളം നമുക്ക് GNM പ്ലസ് പോസ്റ്റ് ബേസിക് ഉം. ആ കേസസിൽ വരുവാണെന്നുണ്ടെങ്കിൽ GNM ഡിപ്ലോമയാണ്. ഓക്കെ. അങ്ങനത്തെ കേസസിൽ പോസ്റ്റ് ബേസിക്കും കൂടി ഉള്ളത് കൊണ്ട് ഉം. നമുക്ക് റിപ്പോർട്ട് ആയിട്ടുണ്ട്, ജനറേറ്റ് ആയിട്ടുണ്ട്. Okay. നമുക്ക് ആ കേസസിൽ അത് ഒഴികെയുള്ള കേസസ് മീൻസ് അത് നമുക്ക് ചെയ്യാം. ഉം. അത് ഒഴികെയുള്ള എല്ലാ ഡിപ്ലോമ കേസസ് നമുക്ക് യുകെനാരിക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. മിനിമം അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ആണ്. ഓക്കെ, ബാച്ചിലേഴ്സ് ആണ്. ഓക്കെ. സോ ഇപ്പം ഈ പോസ്റ്റ് ബേസിക് GNMന്റെ കേസ് പറഞ്ഞല്ലോ, അപ്പം നമ്മൾ ചെയ്ത് ലീവ്സിൽ നിന്ന് എന്തെങ്കിലും റിപ്പോർട്ട് ജനറേറ്റ് ആവോ, അത് യൂസ്ഫുൾ ആവുകയോ ചെയ്തിട്ടുണ്ടോ? യെസ്, നമുക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ റീസെന്റ് വന്നിട്ടുള്ള അപ്ഡേറ്റിൽ ഞങ്ങളൊരു ചെയ്ത് നോക്കിയതാണ്. നമുക്ക് അതിന് മുന്നേ നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേഷൻ അനുസരിച്ച് ഡിപ്ലോമ ചെയ്യാൻ പറ്റില്ല എന്നാണ്. ബട്ട് GNM പോസ്റ്റ് ബേസിക് ഉള്ളത് കൊണ്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ നമ്മൾ അത് ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആവുകയും അത് റിപ്പോർട്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ഇപ്പം ലീവ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു യുകെനാരിക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. സോ ഏത് കാറ്റഗറി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കാറ്റഗറി എന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും ഈ ഒരു യുകെനാരിക്കിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്? ഇപ്പം ലീവ്സിൽ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ ക്ലയൻസിൽ ഇപ്പം യുകെനാരിക്കിന്റെ ഇതിന് വേണ്ടിയിട്ട് എൻക്വയറി ചെയ്യുന്നത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ക്ലയൻസ് ആണ്. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി ഒരു 80% ആണെന്നുണ്ടെങ്കിലും ആൾക്കാർ കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് യുകെനാരിക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ അവർക്ക് ഒരു എഫിഷ്യൻസി, ഇംഗ്ലീഷ് പ്രൊഫഷൻസി എന്ന് പറയുന്നത് C1 ആണ്. C1 കാറ്റഗറി ആണ്. അപ്പം അത് കിട്ടാറുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്ന എല്ലാ റിപ്പോർട്ടിലും അത് കിട്ടാറുണ്ട്. ബട്ട് അത് എല്ലാവർക്കും കിട്ടണം എന്നല്ല, അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് യുകെനാരിക്കാണ്. അവരുടെ ഇവാലുവേഷൻ അനുസരിച്ച് നമുക്ക് റിപ്പോർട്ടിൽ വരുന്നതെല്ലാം അവരുടെ ആ ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്കോർ മീറ്റ് ചെയ്യുന്നുണ്ട് അവര്. ഓക്കെ, അപ്പൊ കെയർ അസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്. അതിന് പുറമെ നമുക്കിപ്പോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽ വർക്കർ ആയിട്ടുള്ള കാറ്റഗറീസ്. ഇപ്പം ഹോട്ടൽ ഫീൽഡിലാണെന്നുണ്ടെങ്കിലും ഷെഫ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആണെന്നുണ്ടെങ്കിലും അവരും ഓൾമോസ്റ്റ് ഒരു 20% ആൾക്കാർ നമ്മൾ എൻക്വയറി ചെയ്യാറുണ്ട്. ഓക്കെ. സോ ഇപ്പം കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല, IELTS ക്രാക്ക് ചെയ്യാനും ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും പറ്റാറില്ല. സോ നമുക്ക് ഒരു യുകെനാരിക്ക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതുപോലെ തന്നെ മീൻസ് അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, സ്കിൽഡ് മാത്രമാണ് നമുക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അതെ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും. ഇപ്പം സ്കിൽ വർക്ക് ഇപ്പൊ ഹോട്ടലായിട്ട് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിലും ഇപ്പം നമുക്ക് കൂടുതൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ IELTS ക്രാക്ക് ചെയ്യാൻ പറ്റാറില്ല. അവർ പലതവണ അറ്റംപ്റ്റ് ചെയ്തിട്ടും ഫെയിൽഡ് ആവുന്നവരായിരിക്കാം ഇപ്പം ലാസ്റ്റ് ഇതായിട്ട് നമുക്ക് സ്റ്റേജിലേക്ക് നമുക്ക് വരുന്നത്. ബട്ട് അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന രജിസ്ട്രേഷൻ മാത്രം ചെയ്ത് ആ ഒരു സ്കോർ മീറ്റ് ചെയ്ത് പോകുന്നവരുണ്ട്. ഓക്കെ. സോ നമുക്കിപ്പം ലീവ്സ് ഇന്റർനാഷണലിൽ അപ്രോച്ച് ചെയ്യുന്ന ക്ലയൻസിനെ നമുക്ക് എങ്ങനെയായിരിക്കും അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി? യെസ്, ഇപ്പൊ ലീവ്സ് ഇന്റർനാഷണലി യുകെനാരിക്കായിട്ട് അപ്രോച്ച് ചെയ്യാൻ വരുന്നവർക്ക് വരുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രജിസ്ട്രേഷൻ കുറച്ച് ട്രിക്കി ആയതുകൊണ്ട് ഓക്കെ, നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയീസ് ഉള്ളത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് ടൈംലി അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ചില ക്ലയൻസ് തന്നെ ഇപ്പൊ രജിസ്ട്രേഷൻസ് ചെയ്ത് ഇപ്പം അഡീഷണൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് റിക്വയർമെന്റ് ചെയ്യാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, പേയ്മെന്റ് ചെയ്തതിനു ശേഷമാണ് റിക്വയർമെന്റ് ചെയ്യുന്നത്. അതും യുകെനാരിക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇമെയിൽ മാത്രമായിരിക്കും. അപ്പം ചില ക്ലയൻസ് എന്ന് പറയുന്നത് ഇമെയിൽ ഒന്നും നോക്കാത്ത അല്ലെങ്കിൽ ടൈംലി ഇപ്പോഴും ടൈം കിട്ടാത്ത ആൾക്കാരാണ്. അപ്പൊ അതിന്റെ റിക്വയർമെന്റ് കാണാതെ നമ്മൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ റിപ്പോർട്ട് ആകുമെന്ന് പറഞ്ഞിരിക്കുന്ന ക്ലയൻസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ടൈം ആ റിക്വയർമെന്റ് നമ്മളത് റിക്വയർമെന്റ് ചെയ്യാത്തതുകൊണ്ട് ഡിലേ വരാം. അപ്പൊ അതിന് എന്താണ് ഡിലേ വന്നാലും ആ യുകെനാരിക്കിന്റെ എന്താണ് മെസ്സേജ് എന്ന് മനസ്സിലാക്കാതെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ അത് ഡിലേ ആയി പോകുന്ന കുറെ പ്രോസസ്സുകളുണ്ട്. അപ്പൊ അത് വീണ്ടും നമുക്ക് ചെയ്തു തരണേ എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യുന്ന കുറെ ക്ലയൻസ് നമുക്കുണ്ട്. അപ്പം നമുക്ക് എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ക്ലയന്റിന് വന്ന സെയിം ഇത് തന്നെ ആയിരിക്കാം നെക്സ്റ്റിന് റിക്വയർമെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ മെയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നെക്സ്റ്റ് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അത് ടൈമിലി നമ്മൾ റിക്വയർമെന്റ് ക്ലയന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാനും പറ്റും. എന്താണ് റിക്വയർമെന്റ്സ് അഡീഷണൽ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു വർക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ഭാഗത്തു നിന്നുള്ളത്. ഓക്കെ. സോ ലീവ്സിനെ അപ്രോച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ടെൻഷൻ ഇല്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു. യെസ്.